ഈശ്വര, ഇത് കഴിഞ്ഞിട്ടുമില്ലല്ലോ. സാറിന്റെ പിറന്നാളാഘോഷം ദൂരെന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. എല്ലാം കഴിഞ്ഞോ? ഇല്ല. എല്ലാം കഴിഞ്ഞോന്ന്? ഇല്ല. അതെന്താ, അയൺ ബോക്സ് കേടായോ? ഇല്ല. കറണ്ട് ഉണ്ടല്ലോ, പിന്നെന്താ നീ ഇത് ചെയ്യാത്തെ? ആ, ഞാൻ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയോ? ബാക്കി അത് താഴത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തന്നെ ചെയ്തു തീർത്തോളാം. ഓ, ജോലി എപ്പോ ചെയ്യണോന്നുള്ളത് നിന്റെ തീരുമാനമാണോ, അതോ ഞങ്ങൾ പറയുന്ന അനുസരിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ? അതല്ല മാഡം, ഇപ്പൊ ഞാൻ താഴേക്ക് ചെന്നില്ലെങ്കിൽ ഇപ്പൊ നീ താഴേക്ക് ചെന്നില്ലെങ്കിൽ ഭൂമി തിരിച്ചു കറങ്ങാൻ തുടങ്ങും. അപ്പൊ പിന്നെ ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഏട്ടൻ പറയുന്നതേ ലോകം നിലനിർത്തുന്നത് തന്നെ നീയാണെന്നാണല്ലോ. ഇത്രയും നേരമായിട്ടും നിന്നെ ആരും അവിടെ തിരക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? നിന്നെ കാണാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാ. ആ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹം? ഡാഡിയുടെ ബർത്ത്ഡേ ഒരു പ്രശ്നത്തിൽ അവസാനിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ ഇല്ല മാഡം. എങ്കിലേ പറഞ്ഞ ജോലി കൃത്യമായിട്ട് ചെയ്യും. അവസാനത്തെ ഡ്രസ്സും അയൺ ചെയ്ത് തീർക്കാതെ നീ താഴോട്ട് വരാൻ പാടില്ല. പിന്നെ ഇതിന്റെ പേരില് ഏട്ടനോട് ചെന്ന് പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡാഡിയുടെ ബർത്ത്ഡേ അവസാനിക്കുന്നതേ ഒരു സങ്കടത്തിലായിരിക്കും. അതും നീ കാരണം. വേണ്ട മാഡം, ഞാൻ ചെയ്തോളാം. എങ്കിൽ അയൺ ബോക്സ് ഓൺ ചെയ്.